പ്രൈസ് ദ ലോർഡ്. പുതിയ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. നെഹമ്യാവ് എഴുന്നേറ്റ് പണി ആരംഭിക്കുമ്പോൾ സമ്പല്ലത്തും തോബിയാവും അത് മുടക്കുവാൻ എഴുന്നേറ്റു. ഒരു കാര്യം ഉറപ്പാണ്, പട്ടണം പണിയുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ സമ്പല്ലത്തും തോബിയാവും എഴുന്നേൽക്കും. യേശു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, തേജസ്കരണം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ഒരു യൂദ എഴുന്നേറ്റു. അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ള വ്യഗ്രത യൂദയ്ക്ക് ഉണ്ടാകുവാൻ തുടങ്ങി. യേശു എവിടെ ഇരുന്നാലും അവിടെ കൂടിയിരിക്കുന്ന യൂദ, യേശു എന്ത് കഴിച്ചാലും അത് കഴിക്കുന്ന യൂദ, യേശു എവിടെ പോയാലും അവൻ്റെ കൂടെ നടക്കുന്ന യൂദ. പ്രിയ സ്നേഹിത, മാതാവേ, പിതാവേ, നിന്നെ തകർക്കാനുള്ളവൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നിന്നെ പൊളിക്കാനുള്ളവൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. സഹോദരി, നിന്നെ പൊളിക്കാനുള്ളവൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഈ ദൂത് ഇന്ന് പകൽ നിങ്ങളെ ഉറപ്പിക്കുന്നതാണ്. നിന്നെ പൊളിക്കുവാനുള്ളവൻ നിന്റെ കൂടെ ഇരുന്നാലും, നിന്നെ തകർക്കുവാനുള്ളവൾ നിന്റെ കൂടെ ഇരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പൊളിക്കുവാനോ തകർക്കുവാനോ ഉള്ളവൻ കൂടിരുന്നാലും, നിന്നെ തകർക്കുവാനുള്ളവൻ നിന്റെ ഭക്ഷണത്തിനോടൊപ്പം നിന്റെ കൂടിരുന്ന് ആഹാരം കഴിക്കാൻ നിന്റെ കൂടിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്. മാതാവേ, പിതാവേ, സഹോദര, അഭിഷിക്തനെ, നീ ധൈര്യമായിരിക്കുക. അവൻ പൊളിക്കാൻ ദൈവം അവനെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ നിന്നെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു. നിന്നെ ഉയർപ്പിക്കുവാനുള്ള കാരണവും ദൂതും അരുളപ്പാടും, നിന്നെ ഉയർപ്പിക്കാനുള്ള പദ്ധതിയും ദൈവം തൻ്റെ ദൂതനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് എങ്ങനെ? പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ നിന്നെ ഉയർപ്പിക്കാനുള്ള പദ്ധതിയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ നിന്നെ ഒറ്റുവാൻ, നിന്നെ ചതിക്കുവാൻ ചിലവർ എഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ ഉയർപ്പിക്കാനുള്ള പദ്ധതിയും ദൈവം തയ്യാറാക്കിയിരിക്കുന്നു. വിശ്വസിക്കുക, നിന്നെ ഉയർപ്പിക്കുവാനുള്ള പദ്ധതി ദൈവം തയ്യാറാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു.